ഹലോ, നമസ്കാരം. ഞാൻ ഈ സ്ഥല SI ആണേ. അതെന്താ ബാക്കിയുള്ള SI-മാർക്കൊന്നും സ്ഥലമില്ലേ? അതല്ലെന്ന്, ഞാൻ ഈ സ്ഥലത്തെ സ്റ്റേഷനിലെ SI ആണെന്ന്. പിന്നെ നമ്മളെ ഈ കൊച്ചു പിള്ളേരുടെ കാര്യമല്ലേ, ഈ കുഞ്ഞുങ്ങളാകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചിട്ട് പിന്നെ ഈ എന്റെ മോന്റെ ഭാഗത്തും തെറ്റ് കാണും, നിങ്ങളുടെ മോളുടെ ഭാഗത്തും തെറ്റ് കാണും. തീ ഇല്ലാതെ പുക ഉണ്ടായില്ലല്ലോ. ആര് പറഞ്ഞു? വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ പുക വരുന്നുണ്ടല്ലോ, അത് താ തീ കൊണ്ടിട്ടാ. നിങ്ങൾ ഈ കിടന്ന് ആവശ്യമില്ല സംസാരിച്ചിട്ട് കാര്യമല്ല സ്ത്രീയെ. ഞാൻ പറയുന്നത് കേൾക്കുക. നിങ്ങളെ കണ്ടാൽ തന്നെ നിങ്ങളൊരു കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീയാണെന്ന് നോക്കാം. അവർ നല്ല നല്ല സൗന്ദര്യമുള്ള സ്ത്രീയല്ലേ, അവരിങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ? എടോ താൻ എന്റെ സൗന്ദര്യത്തെ കുറിച്ചൊന്നും സംസാരിക്കണ്ട. അത് സിനിമാക്കാര് പണ്ടേ തീരുമാനിച്ചതാ എനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന്. അങ്ങനെ സൗന്ദര്യം ഉണ്ടെന്ന് എന്നെ സിനിമയിൽ വിളിച്ചിരുന്നു. എന്നിട്ട് നിങ്ങൾ പോയില്ലേ? ഇല്ല, ചെറിയ റോളിന് ഞാൻ പോവാറില്ല. അപ്പൊ വലിയ റോൾ കിട്ടിയാൽ? വലിയ റോൾ ആരും എന്നെ വിളിക്കാറില്ല. എങ്ങനെ വിളിക്കും? ഇതല്ലേ സ്വഭാവം. എന്റെ സ്വഭാവം അറിയാനാണോ താൻ ഇവിടെ വന്നത്? തന്റെ മോനാണോ എന്റെ മോളെ ഉമ്മ വെച്ചത്? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങൾ പ്രിൻസിപ്പൽ അദ്ദേഹത്തെ വിളിക്കാം. നമസ്കാരം. അനുമോളുടെ പേരൻസ് ആണല്ലേ? പേരൻസ് അല്ല, ഞാൻ അവളുടെ അമ്മയും ഇത് അച്ഛനും. നമ്മളൊരു സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് രണ്ട് പേരൻസ് ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഉമ്മ ഒരു സമാധാനമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അത് സമാധാനക്കേടാ. എന്റെ മോൾക്ക് ഉമ്മ കിട്ടിയ അന്ന് മുതൽ പോയതാ ഞങ്ങളുടെ സമാധാനം. സാറേ, നമ്മൾ പിള്ളേരെ ഇങ്ങോട്ട് വിടുന്നതേ പഠിക്കാനാണ്, അല്ലാതെ ഉമ്മ വയ്ക്കാനല്ല. പറ്റിപ്പോയ സംഭവത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. മാഡം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സ്കൂളിന് എന്തെങ്കിലും ഒരു ചീത്തപ്പേരുണ്ടാക്കാൻ അത് ഈ സ്കൂളിന്റെ ഡിഗ്നിറ്റിയെ ബാധിക്കും. ഇവിടുത്തെ കാര്യങ്ങൾ പുറത്തുള്ള മാനേജ്മെന്റ് ഒരു കൊട്ടി ചോദിച്ച് ഇവിടുത്തെ കുട്ടികളെ അങ്ങോട്ട് ക്യാൻവാസ് ചെയ്യും. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാതെ വളരെ സമാധാനമായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് തീർക്കാം. ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം കോഴി കയറി കൂവുന്നില്ല, കൂവാ കൂവാന്ന് പറഞ്ഞ് എന്നെ കളിയാക്കരുത്. കേട്ട് കഴിഞ്ഞിട്ടൊന്ന് മൂടിയാ മതി കേട്ടോ. സാറേ, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. പറയൂ. ഗ്രൗണ്ടിൽ നിൽക്കുന്ന തെങ്ങിലും നിറച്ച് തേങ്ങ കഴിക്കും. ഇപ്പൊ അടത്തിട്ടാണ്. ഇല്ലെങ്കിൽ പിള്ളേരെ തല വീണ് കഴിഞ്ഞാൽ നിങ്ങൾ സമാനം പറയും. ഇതാണോ നിങ്ങളുടെ സീരിയസ്? മാഡം, ഈ ഉമ്മയുടെ കാര്യത്തിൽ എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തോ പറയൂ. പരിഹാരം കണ്ടെത്താനൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്റെ സാറേ, ഞാനും കുറെ സ്കൂളൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാ. അന്ന് എനിക്കാരും തന്നില്ലല്ലോ ഉമ്മ. അതെങ്ങനെ തരും? ഈ രണ്ട് ചുണ്ടുകൂടെ നടഞ്ഞെങ്കിൽ മാത്രമല്ല ആരെങ്കിലും ഒന്ന് ഉമ്മ വരുത്തോളൂ. ഇതിങ്ങനെ നമ്മൾ സംസാരിച്ചു പോയിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് ക്ലാസ് ഉള്ളതാണ്. എങ്ങനെ ഇത് നിർത്തലാക്കാം, ഒത്തുതീർപ്പാക്കാൻ പറയൂ. ഒത്തുതീർപ്പാക്കാൻ ഒറ്റ വഴിയുള്ളൂ. എനിക്ക് പരിഹാരം കാണണം. എന്ത് പരിഹാരം? നഷ്ടപരിഹാരം. നഷ്ടപരിഹാരം അതെന്നത്? ഉമ്മയ്ക്ക് ഇൻഷുറൻസ് ഇല്ല. അല്ല, ഈ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. നഷ്ടപ്പെട്ടത് എന്തോ അതിനുള്ള പരിഹാരമാണ് നഷ്ടപരിഹാരം. ഞാനത് നഷ്ടപ്പെടുത്തിയിട്ടില്ല. എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നീ ഒന്നും മിണ്ടാതിരിക്കുക. എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എന്തെങ്കിലും നഷ്ടപ്പെടാതെ കിട്ടുള്ളൂ. മിണ്ടാതിരി അവിടെ. നഷ്ടപരിഹാരമായിട്ട് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നഷ്ടപരിഹാരമായിട്ട് എനിക്ക് 3 ലക്ഷം രൂപ വേണം. ഒരു ഉമ്മയ്ക്ക് 3 ലക്ഷം? വീടിന്റെ ലോൺ തീരണ്ടേ? മിണ്ടാതിരി അവിടെ. 3 ലക്ഷം രൂപയുടെ കുമ്മ കൊടുക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോടാ കാല? സാറേ, ഒരു ഉമ്മയ്ക്ക് 3 ലക്ഷമാണ് അവർ. എനിക്ക് 3 ലക്ഷം കൊടുക്കാൻ താല്പര്യമില്ല. വേണ്ട, തന്റെ മോനോട് ചോദിക്കടോ എന്റെ മോൾക്ക് എത്ര ഉമ്മ കൊടുത്തെന്ന്. അതിനനുസരിച്ചുള്ള കണക്കും കിട്ടി തന്നാ മതി. പെണ്ണുമ്പള മാനായിട്ട് സംസാരിക്കണം കേട്ടോ. ഇത്ര നേരം ക്ഷമയുടെ നെല്ലിപ്പലാണ്ടിരിക്കുക. നിങ്ങൾ SI